അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ കൂടെ ലൈറ്റ് ഉണ്ട്, LED ലൈറ്റ്സ് ഉണ്ട് 2 സെറ്റ്. ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള LED ലൈറ്റ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബെല്ലുണ്ട് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട്. പിന്നെ ലോക്ക് ഉണ്ട്, ഒരു അഡീഷണൽ ആയിട്ട് നമുക്കൊരു നമ്പർ ലോക്ക്, സൈക്കിൾ ലോക്ക് ചെയ്യാനുള്ള ലോക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ഗേജും ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള റിവ്യൂ അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസൊക്കെ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ജസ്റ്റ് ഇതിൻ്റെ സെറ്റിങ്സുകളൊക്കെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറെയിലർ വരുന്നത്, ബാക്ക് ഡീറെയിലർ വരുന്നത് അസേറയുടെ ആണ്. അതുപോലെ തന്നെ ഷിമാനോ ടൂർണിയുടെ സിസ്റ്റമൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ക്രോ ബൈക്സിൻ്റെ വോൾഫ് എന്ന് പറയുന്ന ഒരു MTB നമ്മൾ അൺബോക്സ് ചെയ്തിരുന്നു. ഇന്നും അതേപോലെ തന്നെ ക്രോ ബൈക്സിൻ്റെ പുതിയൊരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്രോ ബൈക്സിൻ്റെ അർബൻ ട്രെക്ക് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് സൈക്കിളാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. അതായത് ക്രോ ബൈക്സിൻ്റെ ബൈക്ക് നമ്മൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ടെക്നീഷ്യൻ തന്നെ നമ്മുടെ വീടുകളിൽ വന്ന് ഫിറ്റ് ചെയ്ത് തരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ നമ്മുടെ ക്രോ ബൈക്സിൻ്റെ അർബൻ ട്രെക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്നീഷ്യൻ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പുതിയ സൈക്കിൾ, അതായത് അർബൻ ട്രെക്ക് എന്ന ക്രോ ബൈക്സിൻ്റെ അർബൻ ട്രെക്ക് എന്ന ഹൈബ്രിഡ് സൈക്കിൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്രോ ബൈക്സിൻ്റെ ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കമ്പനിയുടെ ആളുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രജിത് ബ്രോ എത്തിയിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ഇതേപോലെ ഞാൻ കഴിഞ്ഞ തവണ അൺബോക്സ് ചെയ്ത സമയത്ത് ക്രോ ബൈക്സിൻ്റെ ഒരു MTB അൺബോക്സ് ചെയ്തായിരുന്നു. ആ സമയത്ത് നമ്മുടെ പ്രജിത് ബ്രോ തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു ഐറ്റം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിലുള്ളത് ഒരു ഹൈബ്രിഡ് സൈക്കിളാണ്. ക്രോ ബൈക്സിൻ്റെ തന്നെ അർബൻ ട്രെക്ക് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് സൈക്കിളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മളത് ജസ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സൈക്കിളുകളൊക്കെ വരുന്നത് ഇത് ഏകദേശം ഹാഫ് ഫിറ്റ് ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. നമുക്ക് കൂടുതൽ ഇതിന്മേ പണികളൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ എന്താ പറയുക, ഹാൻഡിൽ ഫിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഗിയർ ട്യൂണിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അല്ലേ വരുന്നത് ബ്രോ? അതെ, ഗിയർ ട്യൂണിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കൂടെയും ടൂൾ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സൈക്കിൾ ഫിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള അറ്റ്ലീസ്റ്റ് ചെറിയ ടൂളുകളൊക്കെ ഈ സൈക്കിളിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അത് സൈക്കിളിൻ്റെ ഇതിൻ്റെ കൂടെ ഇത് എങ്ങനെയാണ് ഇത് ജസ്റ്റ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാറ്റലോഗ് ഇതിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് അറിയാത്തവർക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അത് പെഡലാണ് അല്ലേ? പെഡലാണ്. അതുപോലെ LNG ഉണ്ട്. അപ്പോൾ ടൂൾ ബോക്സ് ഇതായിരിക്കും അല്ലേ? ടൂൾ ബോക്സ് അഡീഷണൽ ആയിട്ട് വേറെ ഒന്നുമില്ല. ആ LNG കൊണ്ടുള്ള മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ കൂടെ ലൈറ്റ് ഉണ്ട്, LED ലൈറ്റ്സ് ഉണ്ട് 2 സെറ്റ്. ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള LED ലൈറ്റ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബെല്ലുണ്ട് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട്. പിന്നെ ലോക്ക് ഉണ്ട്, ഒരു അഡീഷണൽ ആയിട്ട് നമുക്കൊരു നമ്പർ ലോക്ക്, സൈക്കിൾ ലോക്ക് ചെയ്യാനുള്ള ലോക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ഗേജും ഉണ്ട്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ നമുക്ക് കൂടുതൽ ഐറ്റംസുകളൊന്നും വേണ്ട, ആ LNG മാത്രം മതി. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സ്പാനറുകൾ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ മുമ്പുള്ള ബൈക്കിൽ ക്രോ ബൈക്സിൻ്റെ കൂടെ സ്പാനർ വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ സ്പാനർ ഇല്ല. അപ്പോൾ അതിൻ്റെ കൂടെ LNG മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും പിന്നെ സ്പാനർ എന്തെങ്കിലും വേണമെങ്കിൽ ബ്രോയുടെ കയ്യിൽ തന്നെ ഉണ്ട്. കാരണം ഫിറ്റ് ചെയ്യാൻ വരുന്നത് കൊണ്ട് ബ്രോയുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. ഓക്കെ ബ്രോ, കട്ട് ചെയ്തു.
അപ്പോൾ അതിൻ്റെ സീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഫുള്ളി ബബിൾ ടൈപ്പ് കവറിൽ ടാപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഫുള്ളി പാക്ക്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള റിവ്യൂ അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസൊക്കെ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ജസ്റ്റ് ഇതിൻ്റെ സെറ്റിങ്സുകളൊക്കെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറൈലർ വരുന്നത് ബാക്ക് ഡീറൈലർ വരുന്നത് അസേറയുടെ ആണ്. അതേപോലെ തന്നെ ഷിമാനോ ടൂർണിയുടെ സിസ്റ്റമൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ ഫ്രണ്ടിൽ ലോക്ക് ഇൻ ലോക്ക് ഔട്ട് ഷോക്ക് ആബ്സർ സിസ്റ്റം അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ഇത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് ഉടൻ തന്നെ റൈഡ് ചെയ്ത് നോക്കിയിട്ടും അതേപോലെ തന്നെ ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളതിൻ്റെ ഫ്രണ്ടിലെ കവറുകളെല്ലാം റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ബാർ ഫിറ്റ് ചെയ്യാണ്. കൂടുതൽ പണികളൊന്നും ഉള്ളൂ കേട്ടോ. ഹാൻഡിൽ ബാർ ഫിറ്റ് ചെയ്യണം. അതേപോലെ നമുക്ക് ഫ്രണ്ട് വീല്, പിന്നെ ജസ്റ്റ് പെഡൽസ് ഫിറ്റ് ചെയ്യാനുണ്ട്, പിന്നെ സീറ്റ് പോസ്റ്റ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെറ്റായിട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്, ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഹാൻഡിൽ ബാർ ഫിറ്റ് ചെയ്ത് നമ്മൾ ഇത് ജസ്റ്റ് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് ടയറും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം, അത് ഫ്രണ്ട് വീലും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഉള്ള പരിപാടി നോക്കാം. ഇപ്പോൾ ഫ്രണ്ട് വീല് ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ പെഡൽസ് ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ പെഡൽസിൽ ലെഫ്റ്റും റൈറ്റും ഉണ്ടാവും അല്ലേ? ഇരുമ്പിൻ്റെ ആണല്ലേ, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ പെഡൽസിൽ ഞാൻ പറഞ്ഞല്ലോ ലെഫ്റ്റും റൈറ്റും ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ജസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ സീറ്റ് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് ഫിറ്റ് ചെയ്യാനുള്ള മാർക്കൊക്കെ ഉണ്ട് കേട്ടോ സീറ്റിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ പെഡൽ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇനി സീറ്റ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ മുമ്പ് നമ്മളെ പ്രോ ബൈക്സിൻ്റെ കൂടെയും മഡ് ഗാർഡ്സ് ഒക്കെ വന്നിരുന്നു. ഞാനപ്പോൾ എന്തായാലും മഡ് ഗാർഡ്സ് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്കത് ബ്രോത അഴിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രോ ബൈക്സിൻ്റെ അർബൻ ട്രക്ക് അതൊക്കെ നല്ല അടിപൊളി കളറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിൻ്റെ മറ്റുള്ള വീഡിയോസ് റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് വരാം. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഈ ബൈക്കിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 20,000 രൂപ റേഞ്ചിലേക്കാണ് കേട്ടോ ഈ ബൈക്കിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ബൈക്ക് ഉപയോഗിച്ചിട്ടുള്ള റൈഡ് അതേപോലെ തന്നെ ഈ ബൈക്കിൻ്റെ ഫുള്ളായിട്ടുള്ള റിവ്യൂ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്തുള്ള വീഡിയോകളിൽ കാണാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.